ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസമ്പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഹോളി ആശംസകൾ. എല്ലാവർക്കും സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ അധ്യയന ലഹരി പരമ്പരയിലേക്ക് സുസ്വാഗതം. ഇന്ന് മീനമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, പൗർണമി, പങ്കുനി ഉത്രം, ഹോളി, അങ്ങനെ ഒരുപാട് നല്ല ദിവസമാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദേവിയുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വെള്ളിയാഴ്ച സന്ധ്യാവേളയിൽ, ചന്ദ്രൻ ഉദിച്ചു പൊങ്ങുന്ന ഈ പൗർണമി വേളയിൽ ദേവിയെക്കുറിച്ച് സ്മരിക്കാൻ, ദേവിയുടെ മാഹാത്മ്യം ശ്രവിക്കാൻ ഒക്കെ സാധിക്കുന്നത് പരമപുണ്യം, സുകൃതികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യം. അതിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ അധ്യേതാക്കളെയും അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നമ്മൾ കഴിഞ്ഞ അധ്യയന ലഹരി ക്ലാസ്സിൽ 5-6 ശ്ലോകങ്ങളാണ് കാര്യമായിട്ട് കണ്ടത്. 7ാമത്തെ ശ്ലോകം തുടങ്ങി വെച്ചു. അപ്പോ 5, 6, 7 ശ്ലോകങ്ങളൊന്ന് പ്ലേ ചെയ്തോളൂ രാഹുൽജി. രാഹുൽജി ഇല്ലേ അവിടെ? ഹരി
അതെ. ഹരിസ്ത്വാമാരാധ്യ പ്രണതജനസൗഭാഗ്യജനനീം പുരാനാരീ ഭൂത്വാ പുരരിപുമപി ക്ഷോഭമനയത് സ്മരോപി ത്വാം നത്വാ രതിനയനലേഹ്യേന വപുഷാ മുനീനാമപ്യന്തഃ പ്രഭവതി മോഹായ മഹതാം ധനുഃ പൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖാഃ വസന്തഃ സാമന്തോ മലയമരുദായോ ധനരഥഃ തഥാപ്യേകഃ സർവം ഹിമഗിരിസുതേ കാമപി കൃപാം അപാംഗാത്തേ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയത്തെ ക്വണത്കാഞ്ചീദാമാകരികലഭകുംഭസ്തനനതാ പരീക്ഷീണാമധ്യേ പരിണതശരच्चन्द्रवदना ധനുർബാണാൻ പാശം സൃണിമപി ദധാനാ കരതലൈഃ പുരസ്താദാസ്താം നഃ പുരമഥിതുരാഹോ പുരുഷികാ ദേവിയുടെ മഹാത്മ്യം പറഞ്ഞു വന്നപ്പോൾ അഭയവരദങ്ങൾ ദേവി പ്രകടിപ്പിക്കുന്നില്ല, പാദങ്ങളെ കൊണ്ട് തന്നെ യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് 5-ാം ശ്ലോകത്തില് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചവരായ 2 പ്രഗത്ഭരെ എടുത്തു പറഞ്ഞു. ആ പ്രഗത്ഭരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും പ്രചോദനം കിട്ടും. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവ ഇതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ശ്രേഷ്ഠന്മാർ എന്ത് ആചരിച്ചു കാണിക്കുന്നുവോ സാധാരണക്കാരായ ജനങ്ങൾ ആ സമൂഹത്തിലെ ശ്രേഷ്ഠ പുരുഷന്മാരെ മാതൃകയാക്കി പിന്തുടരുന്നു. അവര് ജീവിത നിലവാരമായി ജീവിതത്തിന്റെ എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഏതൊന്നിനെ നിശ്ചയിക്കുന്നുവോ
അത് തന്നെയാണ് സാധാരണക്കാരും കരുതുന്നത്. അപ്പൊ നമുക്കിവിടെ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള, ലോകത്തെ മുഴുവൻ ജയിച്ചവരായിട്ടുള്ള 2 പേരെ കാണിച്ചു തരികയാണ്. അതാണ് ഹരി ഒന്ന്, മറ്റൊന്ന് സ്മരൻ. ഹരി വിഷ്ണു, ദേവിയെ പഞ്ചദശാക്ഷരി മന്ത്രം കൊണ്ട് ഉപാസിച്ച് ദേവിയുടെ അനുഗ്രഹത്താൽ മോഹിനി അവതാരം ചെയ്ത് സാക്ഷാൽ കാമേശ്വരനായ മഹാദേവനെ പോലും മോഹിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ പോലും ഉള്ളിൽ ക്ഷോഭത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പൊ കാമാരിയായ ആ മഹാദേവൻ പോലും മോഹിനി രൂപം കണ്ട് മോഹിച്ചത്, ആ മോഹിനിക്ക് ആ ശക്തി, ആ പ്രഭാവം ലഭിച്ചത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. ദേവിയുമായിട്ടുള്ള താതാത്മ്യം, ദേവിയെ ഉപാസിച്ച് ത്രിപുരസുന്ദരിയുടെ ആ ഒരു താതാത്മ്യമാണ് മോഹിനിക്ക് കിട്ടിയത്. മോഹിനി എന്ന് പറഞ്ഞാൽ ഒരു ത്രിപുരസുന്ദരി തന്നെയായിരുന്നു. ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം കൊണ്ട് അപ്പോ മഹാദേവനെ പോലും മോഹിപ്പിക്കാൻ സാധിച്ചു. മഹാദേവനെ മോഹിപ്പിക്കാൻ സാധിച്ചത് ആ ത്രിപുരസുന്ദരിയുടെ ഭാവം കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ്. അതൊന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ സ്മരോപി, കാമദേവൻ പോലും ദേവിയെ വണങ്ങി, ദേവിയെ നമസ്കരിച്ച്, ദേവിയെ ഉപാസിച്ച്, വാസ്തവത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ദേഹം പോലും ഇല്ല, രതിയുടെ നയനങ്ങൾ കൊണ്ട് മാത്രം ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ രതിദേവിക്ക് മാത്രമേ നയന വിഷയമാവുന്നുള്ളൂ കാമദേവന്റെ ശരീരം. മറ്റുള്ളവർക്കും കാണാൻ കഴിയുന്ന ശരീരമല്ല കാമദേവന്റെ ശരീരം. എല്ലാവരുടെയും ഉള്ളിലാണ് മനസ്സിജനായി, മന്മഥനായി കാമദേവൻ സൂക്ഷ്മരൂപിയായിരിക്കുന്നു. പക്ഷെ ദേഹമില്ലാത്ത കാമദേവൻ പോലും വലിയ പ്രഗത്ഭരായ മുനികളുടെ പോലും, മൗനശീലന്മാരായ, അന്തർമുഖന്മാരായ, ധ്യാനനിരതന്മാരായ മുനിമാരുടെ പോലും അന്തഃ മഹതാം മോഹായ പ്രഭവതി, അവരുടെ ഉള്ളില് മോഹത്തെ ജനിപ്പിക്കുവാൻ ശക്തനായിത്തീരുന്നു. അപ്പൊ കാമദേവന് മുനിമാരെ പോലും, ഇനി മുനിമാരെ പോലും എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ലോകത്തിലെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? അപ്പൊ കാമദേവൻ ലോകത്തെ മുഴുവൻ കീഴടക്കിയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ദേവിയുടെ അനുഗ്രഹം. അപ്പോ നമുക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ ജയിക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചന നൽകുന്നത്. ദേവിയെ ഉപാസിച്ചോളൂ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതിനാണ് 6ാമത്തെ ശ്ലോകത്തില് കാമദേവന്റെ കയ്യില് സ്വന്തമായിട്ട് ഒന്നുമില്ല, മര്യാദക്കുള്ളതൊന്നുമില്ല, നല്ല ആയുധങ്ങളില്ല, നല്ല വാഹനമില്ല, നല്ല സേനാനായകനോ മന്ത്രിയോ ഒന്നുമില്ല. അങ്ങനെ എന്താ പറയാ, എല്ലാ ഡിസബിലിറ്റിയും ഉണ്ടായിട്ടും, എല്ലാ കുറവുകളും ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് തന്നെ ദേവിയുടെ കടാക്ഷം കൊണ്ട് കാമപി കൃപാം അപ്തേ അപാങ്കാത് ലബ്ധ്വ, ദേവിയുടെ അപാങ്കത്തിൽ നിന്ന് ഏതോ ഒരു കൃപ കൊണ്ട് ഇതം ജഗത്, സകലം, ഈ ലോകത്തെ മുഴുവൻ ആ അംഗമില്ലാത്തവൻ വിജയിക്കുന്നു. അപ്പോ കാമദേവന്റെ സ്വന്തം കഴിവേ അല്ല, ദേവിയുടെ കൃപ, കടാക്ഷം ഒന്നു മാത്രമാണ് എന്നും സൂചിപ്പിച്ച് നമ്മളെ കൂടി ആകർഷിക്കുകയാണ്, നമ്മളെ കൂടി പ്രേരിപ്പിക്കുകയാണ് ആചാര്യ ഭഗവത്പാദർ. കാരണം ആചാര്യ ഭഗവത്പാദർ കരുണാനിധിയാണ്, നമ്മളുടെയൊക്കെ ഹിതകാംക്ഷിയാണ്, നമ്മുടെ ഏറ്റവും വെൽവിഷറാണ് അദ്ദേഹം, നമ്മുടെയൊക്കെ സുഹൃത്താണ്. നമുക്ക് നന്മയുണ്ടാവണം എന്ന് കാക്ഷിക്കുന്ന ആളാണ് ആചാര്യ ഭഗവത്പാദർ. അപ്പൊ കരുണാമൂർത്തിയായ ആചാര്യ ഭഗവത്പാദർ നമ്മളോട് പറയുന്നു, നിങ്ങളും ദേവിയെ ഉപാസിക്കുവിൻ. ഞങ്ങളൊക്കെ ദേവി ഉപാസന കൊണ്ടാണ് ഇത്രയും പ്രാഗൽഭ്യം നേടിയെടുത്തത് എന്ന് അദ്ദേഹം സ്വന്തം കാര്യം പറയുന്നതിന് മുമ്പേ തന്നെ തൻ്റെ കാര്യം പിന്നീട് ദേവിയുടെ സ്തന്യത്തെ കുറിച്ച് പറയുമ്പോൾ, ദേവിയുടെ മുലപ്പാല് കുടിച്ചതിന്റെ കാര്യം പറയുന്ന സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് ആളുകളെ എടുത്ത് കാണിച്ചു തന്നു. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ അതിമനോഹരമായിട്ടുള്ള രൂപം വർണ്ണിക്കുകയാണ്, നമുക്ക് ധ്യാനത്തിന് വിഷയമാക്കാൻ വേണ്ടി. ഇനി ഇത് ഈ ഒരു 7ാം ശ്ലോകത്തിൽ പറഞ്ഞ ദേവിയുടെ ഈ രൂപത്തെയാണ് 42ാം ശ്ലോകം മുതൽ
വളരെ വിശദമായിട്ട് നമ്മൾ ഓരോരോ ശ്ലോകങ്ങളിലൂടെ അംഗപ്രത്യംഗങ്ങളിലൂടെ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സൗന്ദര്യ ലഹരിയിൽ ഉപാസിക്കപ്പെടുന്ന ദേവിയുടെ മനോഹരമായിട്ടുള്ള രൂപത്തിന്റെ ഒരു ചുരുക്കം, ഒരു ധ്യാന ശ്ലോക രൂപത്തില് നമുക്ക് അവതരിപ്പിക്കുകയാണ് 7ാമത്തെ ശ്ലോകത്തില്. ക്വണത്കാഞ്ചീദാമാ കരികളഭ കുംഭസ്തനനഗ പരിക്ഷീണാ മധ്യേ പരിണത ശരചന്ദ്രവദനാം ധനുർബാണാൻ പാശം ശൃണിമപി ദധാനാ കരതലൈഃ പുരസ്താദാസ്താം നഃ പുരമതിദുരാഹോ പുരുഷിക. അപ്പോ ഇതിലെ പ്രാർത്ഥന എന്താണ്? നഹ പുരസ്താദ് ആസ്താം. നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം എന്നർത്ഥമാണ്. ന എന്ന് എഴുതിയിട്ട് വിസർഗം എഴുതിയാൽ നെഗറ്റീവ് അർത്ഥമല്ല, നഹ എന്ന് വിസർഗത്തോടുകൂടി ഉച്ചരിക്കണം. നഹ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അസ്മാകം, ഞങ്ങളുടെ എന്നർത്ഥമാണ്. അപ്പൊ നഹ പുരസ്താദ്, ഞങ്ങളുടെ മുൻഭാഗത്ത്, ആസ്താം ഭവിക്കട്ടെ, പ്രത്യക്ഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാവട്ടെ. ആരാണ് പ്രത്യക്ഷമാവേണ്ടത്? പുരമതിദുഹു അഹോ പുരുഷിക. ആ പുരമതിതാവിന്റെ, പുരമതിതാവ് എന്ന് പറഞ്ഞാൽ പുരങ്ങളെ മഥനം ചെയ്തവൻ, ത്രിപുരങ്ങളെ മഥനം ചെയ്തവൻ, ത്രിപുരങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞവൻ, ത്രിപുരാന്തകൻ എന്നറിയപ്പെടുന്ന പുരാരി, പുരരിപു എന്നൊക്കെ അറിയപ്പെടുന്ന മഹാദേവൻ. മുരാരിയും പുരാരിയും രണ്ടാണ് കഥയില്. മുരാരി ആരാണ്? മുരാരി വിഷ്ണുവിന്റെ പര്യായ ശബ്ദമാണ്. മുരൻ എന്നതായിട്ടുള്ള അസുരനെ വധിച്ചവൻ മുരാരി. മുരരിപു, മുരാന്തകൻ എന്നൊക്കെ വിഷ്ണുവിന് പേരുണ്ട്. പുരാരി, പുരരിപു, പുരാന്തകൻ എന്നൊക്കെ പറഞ്ഞാല് ഒരക്ഷരേ മാറുന്നുള്ളൂ, മൂക്ക് പരം പൂ. അപ്പോ ശിവപരമായിട്ടുള്ള നാമമാണത്. ശിവനെ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള നാമമാണ് ത്രിപുരാന്തകൻ എന്നുള്ളത്. അപ്പൊ ആ പുരമതിത എന്നുള്ള ശബ്ദമാണ് ഋകാരാന്ത പുല്ലിംഗ ശബ്ദം എന്ന് പറയും. പുരമതിത. ആ പുരമതിതാവ് അതിന്റെ ഷഷ്ടി ആണ് പുരമതിദുഹു എന്ന്. പുരമതിതാവിന്റെ എന്നർത്ഥം എന്ന് വെച്ചാല് പുരാന്തകന്റെ, ത്രിപുരാന്തകന്റെ, മഹാദേവന്റെ ആഹോ പുരുഷിക. ആഹോ എന്നുള്ളത് ഒരു ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അഹോ എന്ന് പറയുന്നതിന്റെ തന്നെ ഒന്നുകൂടെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള വെർഷനാണ് ആഹോ എന്നുള്ളത്. അഹോ എന്ന് പറയില്ലേ നമ്മള്, ആ അഹോ എന്നുള്ളത് തന്നെയാണ് ആഹോ എന്ന് ഒന്നുകൂടെ നീട്ടുകയാണ്. അതിന്റെ എക്സാജറേഷൻ ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണല്ലോ ഒന്നുകൂടെ വായി പൊളിച്ച് കണ്ണു തുറച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പൊ ഇവിടെ അതിലൂടെ സൂചിപ്പിക്കുന്നത് ആ മഹാദേവന്റെ അഭിമാന ദേവത എന്നർത്ഥം. അദ്ദേഹം പോലും സ്വയം തന്റെ നെഞ്ചിൽ കൈവച്ച് പറയും, ദേവിയെ കാണിച്ചുകൊണ്ട്, ഇവൾ എൻ്റെ അഭിമാന ദേവതയാണ് എന്ന് തന്റെ പത്നിയായ ത്രിപുര സുന്ദരിയെ, കാമേശ്വരിയെ നോക്കി അദ്ദേഹം പോലും അഭിമാനമായി പറയും എന്നർത്ഥം. അപ്പൊ ഷീ ഈസ് ദ പ്രൈഡ് ഓഫ് മഹാദേവ എന്നർത്ഥം. ഓരോ ഭർത്താക്കന്മാർക്കും അവരവരുടെ ഭാര്യമാർ ഇങ്ങനെ പ്രൈഡ് ആയിട്ട് മാറണം, അല്ലെ? അതുപോലെ തിരിച്ചും. അതാണ് നല്ല ബന്ധം. മാതൃക കാണിച്ചു തരികയാണ് മഹാദേവനും പാർവതി ദേവിയും. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉദാത്തമായിട്ടുള്ള പ്രേമത്തിന്റെയും ദാമ്പത്യത്തിന്റെയും മാതൃകയാണ് പാർവതി പരമേശ്വരന്മാർ. കാരണം അർദ്ധ അംഗങ്ങളാണ് രണ്ടുപേരും, അല്ലെ? അർദ്ധനാരീശ്വരന്മാരാണ്. മഹാദേവൻ പ്രേമം കൊണ്ട് തന്റെ പത്നിക്ക് തന്റെ അർദ്ധ ശരീരം തന്നെ കൊടുത്തു. അങ്ങനെ രണ്ട് ശരീരമല്ല, അവര് പാതിമൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് താദാത്മ്യം പ്രാപിച്ച് ഒന്നായി തീർന്നവരാണ് എന്നർത്ഥം. അപ്പൊ അവര് തമ്മിലുള്ളതായിട്ടുള്ള ആ ഒരു സ്നേഹവും പാരസ്പര്യവും പരസ്പരമുള്ളതായിട്ടുള്ള ബഹുമാനവും ആദരവും അതൊക്കെ തന്നെയാണ് ഇവിടെ ആഹോ പുരുഷിക എന്നുള്ള ശബ്ദത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഉദാത്തമായ ദാമ്പത്യത്തിന്റെ പ്രതീകം. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കുടുംബ മാതൃക കൂടിയാണ് മഹാദേവന്റെ കുടുംബം, അല്ലെ? എല്ലാ വൈരുദ്ധ്യങ്ങളെയും സമന്വയിച്ചു കൊണ്ടുപോകുന്ന ഒരു കുടുംബം.
ആനമുഖനായിട്ടുള്ള ഗണേശ ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിയും അവരുടെയൊക്കെ വാഹനങ്ങൾ തമ്മിൽ പരസ്പര ശത്രുക്കളാണെങ്കിലും ഒരു കുടുംബത്തിൽ സുഖമായി കഴിഞ്ഞു പോണു. സിംഹവും കാളയും പാമ്പും എലിയും മയിലും എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ വാഹനങ്ങളും ഉണ്ട് അവിടെ. അവർ തമ്മിൽ ശത്രുക്കളാണ്, പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ഒരു ഉത്തമ കുടുംബമായിട്ട് മഹാദേവന്റെയും ദേവിയുടെയും ആ ജഗതഃ പിതരൗ വന്ദേ, ലോകത്തിന്റെ മാതാപിതാക്കന്മാരുടെ ആ ഒരു ഭരണപാടവം കൊണ്ട് നല്ല രീതിയിൽ ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇവിടെ ഈ മഹാദേവന്റെ അഭിമാന ദേവതയായിരിക്കുന്ന ആ ത്രിപുര സുന്ദരിയെ ചുരുങ്ങി വർണ്ണിച്ചു 3 വരികളെ കൊണ്ട്. വിശദമായിട്ടുള്ള വർണ്ണന 42-ാം ശ്ലോകം മുതൽക്ക് വരാനിരിക്കുന്നു. അത് നമ്മൾ മനസ്സിൽ വെക്കണം. സമയ ആചാര ഉപാസനയിൽ എന്ന് പറഞ്ഞാൽ ദേവിയെ അന്തർമുഖരായിട്ട് ആരാധിക്കുന്നവരെയാണ് സമയാചാരികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഉള്ളിലും അവർ ദേവിയെ ധ്യാനിക്കാനായിക്കൊണ്ട് ഈ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹം ആദിശങ്കര ഭഗവത്പാദർ സമയാചാരത്തിന്റെ രഹസ്യങ്ങളെല്ലാം വളരെ നന്നായി ഉൾക്കൊണ്ട് ഉപാസന ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ആ സമയാചാരികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ സമയാചാരികളുടെ കൂട്ടത്തിലേക്ക് മറ്റുള്ളവരെയും കൂടി, ശാക്തേയരായിട്ടുള്ള മറ്റു വിഭാഗങ്ങളെ കൂടി ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമവും കൂടിയാണ് ഈ സൗന്ദര്യ ലഹരി. കാരണം ശാക്തേയ സമ്പ്രദായത്തില് പല വൈവിധ്യങ്ങളുണ്ട്. രാജസ താമസ ഉപാസനകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പരമാവധി സാത്വികന്മാരാക്കി ഈ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കൂടിയാണ്. താമസ ആരാധനയിലൊക്കെ ധാരാളം ഹിംസ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ടവര് അത് ചെയ്തിരിക്കും. എങ്കിലും എപ്പോഴും താമസ ഉപാസനയിലും രാജസ ഉപാസനയിലും ഇരുന്നു കൂടാ. പടിപടിയായിട്ട് ഉയർന്ന് താമസ ഉപാസനയിൽ നിന്ന് രാജസ ഉപാസനയിലേക്കും രാജസ ഉപാസനയിൽ നിന്ന് സാത്വിക ഉപാസനയിലേക്കും നമ്മൾ ഈ മനുഷ്യജന്മത്തിൽ ഉയർന്നു വരണം. പ്രാകൃത അവസ്ഥയാണ് താമസ ഉപാസന. അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് രാജസ ഉപാസന. അതിൽ നിന്നും കുറെ കൂടി ഉയർന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് സാത്വിക ഉപാസന. അപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഏറ്റവും പ്രാകൃതരായിട്ടുള്ള ആളുകൾ, അവർ കണ്ടു പഠിച്ചതായിട്ടുള്ള താമസ ഉപാസനയിലൂടെ ആയിരിക്കും ചിലപ്പോൾ ദേവി ഉപാസന ആരംഭിക്കുക. പക്ഷെ അവിടെ നിന്നുകൂടാ. അതിലൂടെ അവർക്ക് ഉപാസനയിലൂടെ ചിത്തശുദ്ധിയാണ് ലക്ഷ്യം വെക്കേണ്ടത്. ആ ചിത്തശുദ്ധി കൊണ്ട് ഉയർന്നുയർന്ന് സാത്വിക ഉപാസനയിലേക്ക് വന്ന് പിന്നെ നിർഗുണമായിരിക്കുന്ന ആ ബ്രഹ്മ തത്വത്തെ അറിയാനുള്ളതായിട്ടുള്ള ആ പക്വതയിലേക്ക് നമ്മൾ ഉയരും. അപ്പൊ ഉപാസനയുടെ താല്പര്യം അതാണ്, ചിത്തശുദ്ധിയിലൂടെ ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ. അപ്പോ ആചാര്യ ഭഗവത്പാദരുടെ ആ സമയമതാചാര പ്രകാരമുള്ളതായിട്ടുള്ള ദേവിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തെയാണ് എല്ലാവർക്കും എന്താ പറയുക, വാങ്മയ ചിത്രം കൊണ്ട് സൗന്ദര്യ ലഹരിയിലൂടെ വർണ്ണിച്ചു തരുന്നത്. എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടി, നോക്കൂ ദേവിയുടെ സൗന്ദര്യം, നോക്കൂ എങ്ങനെയുള്ളതാണ് ദേവിയുടെ ഭാവം എന്ന് നമ്മുടെ മനസ്സിനെ ദേവിയുടെ സൗന്ദര്യത്തിലൂടെ ആകർഷിച്ച് വളരെ ഉദാത്തമായിട്ടുള്ളൊരു തലത്തിലേക്ക് ഉയർത്തി ആ ദേവിയെ സൂക്ഷ്മമായ രൂപത്തിൽ ഉപാസിക്കാനുള്ള ഒരു പക്വത നമുക്ക് നേടിത്തരികയാണ്. അപ്പൊ ഇതെല്ലാം ഓരോ ശ്ലോകങ്ങളും, ഇനി 42 മുതൽക്കുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഓരോ ധ്യാന ശ്ലോകങ്ങളും കൂടിയാണ്. ആ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ടുണ്ടെങ്കിലേ ആ രൂപം നമുക്കുള്ളിൽ കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ചിത്തം ശുദ്ധമാക്കാനുമുള്ളതായിട്ടുള്ള ഒരു പരിശ്രമം കൂടിയാണ്. ദേവിയുടെ ആ സുന്ദരമായ രൂപം, ത്രിപുര സുന്ദരിയുടെ രൂപത്തെ ചുരുങ്ങിയ രീതിയിൽ വാക്കുകളെ കൊണ്ട് വരച്ചു കാണിക്കുന്നു. കാഞ്ചീദാമ, ദേവി കാഞ്ചീദാമം ധരിച്ചിട്ടുണ്ട്. കാഞ്ചി എന്ന് പറഞ്ഞാൽ തന്നെ അരഞ്ഞാണം എന്നാണ് അർത്ഥം. അരഞ്ഞാണം, അരപ്പട്ട എന്നൊക്കെ പറയുന്നതിന് കാഞ്ചി എന്ന് പറയും. ദാമ എന്നുള്ള ശബ്ദത്തോ, ദാമം എന്നാൽ കയറാണ്. അപ്പൊ കാഞ്ചീദാമം കൊണിക്കുന്നവളായിട്ട്, കൊണിക്കുക എന്നുള്ളത് ഈ ചിലങ്കകൾ കിലുങ്ങുന്നതിന്റെ പ്രത്യേക ശബ്ദങ്ങളാണ്. കൊണനം, രണനം, ശിഞ്ചനം, അല്ലെ, ശിഞ്ചൻ നൂപുരം എന്ന് പറയും.
രണിക്കുന്നതായിട്ടുള്ള നൂപുരം. അപ്പൊ ഈ പാദസരത്തിന്റെ ചില വ്യത്യസ്ത ശബ്ദങ്ങളെയാണ് കുണനം, രണനം, ചിഞ്ചനം എന്നൊക്കെ പറയുന്നത്. വളരെ സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ പൂർവികര് ഈ ശബ്ദങ്ങളെയൊക്കെ വേർതിരിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അരയിലെ കാഞ്ചിക്ക് ഒരു കുറച്ചുകൂടി എന്താ പറയുക, പാദസരത്തേക്കാൾ കുറച്ചുകൂടി ഘനമുള്ള ശബ്ദമാണ്. അതുകൊണ്ട് അതിന് കൊണനം എന്ന് പറഞ്ഞു. അപ്പോ കൊണിക്കുന്നതായിട്ടുള്ള കാഞ്ചീദാമം അരയിൽ ഉള്ളവളും അരപ്പട്ടയായി ധരിച്ചവളും, മണിമേഖല എന്നൊക്കെ പറയും. മേഖല എന്ന് പറയുന്നതും അരഞ്ഞാണം തന്നെയാണ്. അരഞ്ഞാണത്തെ രത്നം കൊണ്ടും സ്വർണം കൊണ്ടും നിർമ്മിതമാണ്. അതിൽ ചില മണികളൊക്കെ ഉണ്ട്, ചിലങ്ക ഇങ്ങനെ ചിലെന്ന് കിലുങ്ങുന്നതായിട്ടുള്ള കൊണിക്കുന്നതായിട്ടുള്ള മണികളുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് പ്രകാശിക്കുന്നവൾ ഗുണത് കാഞ്ചീദാമ, ദേവിയെ വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ്, നാമമാണ്. കരികളഭകുംഭസ്തനനത, ദേവി സ്തനനതയാണ്, സ്തനം കൊണ്ട് നമിച്ചവളാണ്. നത എന്ന് പറഞ്ഞാൽ അല്പം മുന്നോട്ട് കുനിഞ്ഞവൾ, നമിച്ചവൾ എന്നർത്ഥമാണ്. അല്പം ഒരു മുന്നോട്ടുള്ള ഒരു കൂനുണ്ട്. അതിന് കാരണം എന്താണ്? ഈ സ്തനഭാരം അല്ലെ, നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പറയും സ്തനഭാരദളൻ മധ്യപട്ടബന്ധ വലിത്രയ എന്നൊരു നാമമുണ്ട്. അപ്പൊ സ്തനഭാരം കൊണ്ട് മദ്യം ദളിച്ചിരിക്കുന്നു. ദളിക്കുക എന്ന് പറഞ്ഞാൽ തളരുകയാണ്. അപ്പൊ മധ്യഭാഗം അരക്കെട്ട് ഒന്ന് മുന്നോട്ട് ഒന്ന് തളർന്നിരിക്കുന്നു സ്തനഭാരം കൊണ്ട്. അപ്പൊ അത് വീണു പോകാതിരിക്കാൻ, ഒടിയാതിരിക്കാൻ വേണ്ടി ദേവിയുടെ അരയില് വലിത്രയങ്ങളുണ്ട്. അത് പട്ടബന്ധം പോലെ തോന്നുന്നു എന്നാണ് അവിടെ ലളിതാ സഹസ്രനാമത്തില് വർണ്ണിക്കുന്നത്. പട്ടബന്ധം എന്ന് പറഞ്ഞാൽ ബെൽറ്റ് കെട്ടും പോലെ എന്നർത്ഥം. ഒരു ഒടിഞ്ഞു വീഴാതിരിക്കാൻ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബെൽറ്റ് കെട്ടിയിരിക്കുന്നു. ഇവിടെ ദേവിയുടെ സ്തനം കൊണ്ട് ദേവിയുടെ മുൻഭാഗം കുറച്ചൊന്ന് നതമായിരിക്കുന്നു. അപ്പൊ ഏതുപോലെയുള്ളതാണ് ദേവിയുടെ സ്ഥാനങ്ങൾ? കരി കളഭ കുംഭം. കരി എന്ന് പറഞ്ഞാൽ തന്നെ ആനയാണ്. കളഭം എന്ന് പറഞ്ഞാൽ ആനക്കുട്ടിയെ പ്രത്യേകമായിട്ട് എടുത്തു പറയാം, കളഭം എന്ന് പറയും. അപ്പൊ കരി കളഭം എന്ന് പറഞ്ഞാൽ ആനക്കുട്ടി. ആനക്കുട്ടിയുടെ കുംഭം പോലെയുള്ള കുംഭം, കുംഭം പോലെയുള്ള സ്ഥനം. കുംഭം എന്ന് പറഞ്ഞാൽ മസ്തകം, നെറ്റിയിലുള്ള രണ്ട് വലിയ മുഴകളാണ് കുംഭം എന്ന് പറയുന്നത്, മസ്തകം എന്ന് പറയുന്നത്. അതുപോലെയുള്ളതായിട്ടുള്ള ആനക്കുട്ടിയുടെ മസ്തകം പോലെയുള്ളതായിട്ടുള്ള സ്ഥനങ്ങൾ കൊണ്ട്, അതിന്റെ ഭാരം കൊണ്ട് അല്പം മുന്നോട്ട് കുനിഞ്ഞവളായിട്ട്. കരികളഭ കുംഭസ്തനനത പരീക്ഷീണ മധ്യേ. ഇവിടെ പറഞ്ഞു മധ്യേ പരീക്ഷീണ. മധ്യേ എന്ന് പറഞ്ഞാൽ അരക്കെട്ട് അല്ലെങ്കിൽ വയറ്, ഇടുപ്പ് എന്നൊക്കെ പറയുന്ന ആ ഉദരഭാഗം പരീക്ഷീണ. പരീക്ഷീണ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കൃശം ആയിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. നല്ലോണം ക്ഷീണിച്ചിരിക്കുന്ന ഉദരം എന്നർത്ഥം. മധ്യേ പരീക്ഷീണ, മെലിഞ്ഞിരിക്കുന്ന കൃശമായിരിക്കുന്ന ഉദരത്തോട് കൂടിയവർ. അങ്ങനെ മധ്യേ പരീക്ഷീണ. അതുകൊണ്ടാണ് ദളൻ മധ്യ എന്ന് ലളിതാ സഹസ്രനാമത്തില് പറഞ്ഞത്. ദളിച്ചിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന മധ്യത്തോടു കൂടി. പിന്നെ പരിണത ശരചന്ദ്രവദന, ദേവിയുടെ വദനം, മുഖം. വധിക്കുന്നത് വദനം. വധിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ മുഖത്ത് നിന്നാണ് ശബ്ദം വരുന്നത്, വായിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അതുകൊണ്ട് വദനം എന്ന് പറഞ്ഞു, ശബ്ദം വരുന്ന സ്ഥലം വദനം. അപ്പോ ആ വദന മുഖം ഏതുപോലെ? ശരചന്ദ്രനെ പോലെ. എങ്ങനെയുള്ള ശരചന്ദ്രനെ പോലെ? പരിണത ശരചന്ദ്രൻ. ചന്ദ്രന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാവം ശരത്കാലത്താണ്. കാരണം വർഷകാലം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഋതുവാണ് ശരത്ത് എന്ന് പറയുന്ന ഋതു. വർഷകാലത്തിൽ കാർമേഘം കൊണ്ട് നിറഞ്ഞതായിരിക്കും ആകാശം. അത് പെയ്തൊഴിഞ്ഞു കഴിഞ്ഞു ശരത്കാലമാകുമ്പോഴേക്കും. മുഴുവൻ മേഘങ്ങളും പെയ്തൊഴിഞ്ഞ് ആകാശം നല്ല നീല നിറമായി. തെളിഞ്ഞ ആകാശമാണ് ശരത്കാലത്ത്. ആ തെളിഞ്ഞ ആകാശത്തിൽ ചന്ദ്രൻ ഉദിച്ചു പോകുമ്പോൾ, അതും പൂർണ്ണചന്ദ്രൻ ഉദിച്ചു പൊങ്ങുമ്പോൾ ആ വലുപ്പം കൂടുതലായിട്ടും നമുക്ക് അനുഭവപ്പെടും. കാരണം ഭൂമിയോട് ചന്ദ്രൻ ഏറ്റവും അടുത്ത് വരുന്ന കാലം കൂടിയാണ് ശരത്കാലം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ വളരെ അടുത്തായിട്ട് നമുക്ക് കിഴക്ക് ഉദിച്ചു പോരുമ്പോൾ സാധാരണത്തിലും വെച്ച് കുറെ കൂടി വൃത്താകൃതി വലുപ്പം തോന്നും.
അങ്ങനെയുള്ള പരിണതം എന്ന് പറഞ്ഞാലോ പരിണമിച്ചത്. എത്രയായിട്ട് പരിണമിച്ചത്? പ്രഥമ മുതൽ പൗർണമി വരെ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരിണമിച്ച് അതിന്റെ പൂർണ്ണതയിൽ എത്തിയത് എന്ന് വെച്ചാൽ പൗർണമി ദിവസം ഉള്ളതായിട്ടുള്ള ശരത്ചന്ദ്രനെ പോലെയുള്ള വദനത്തോടു കൂടി, എന്ന് വെച്ചാൽ ഒരു കുറവുമില്ലാത്ത ആ പൂർണ്ണചന്ദ്രന്റെ, പൗർണമി ചന്ദ്രന്റെ, രാഗ എന്നും പൗർണമിക്ക് പറയും, രാഗാ ശശിമുഖി. പൗർണമി ചന്ദ്രനെയാണ് രാഗാ ശശി. അപ്പൊ അതുപോലെയുള്ളതായിട്ടുള്ള ശരത്ചന്ദ്രന്റെ വദനത്തോട്, ശരത്ചന്ദ്രനെ പോലെയുള്ളതായിട്ടുള്ള മുഖത്തോട് കൂടിയവൾ. പിന്നീട് ധനുർബാണാൻ പാശം ശ്രീണിമപി ദദാന കരതലൈഹി. കരതലൈഹി ദദാന, കരതലങ്ങളെ കൊണ്ട് ധരിച്ചിരിക്കുന്നവൾ എന്നാണ്. കരതലങ്ങൾ, കൈത്തലങ്ങൾ, 4 കൈത്തലങ്ങളിൽ 4 കാര്യങ്ങൾ വഹിച്ചിരിക്കുന്നതായിട്ട് പറയുന്നു. ധനുഹു ബാണാൻ പാശം ശ്രീണിം അപി. ധനുഹു വില്ലാണ്. ദേവിയുടെ കയ്യില് വില്ല് കാണാം നമുക്ക്. ഏതാണ് വില്ല്? ഇക്ഷു കോദണ്ഡം അല്ലെ. ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പാണ്, കോദണ്ഡം വില്ലാണ്. ഇക്ഷു കോദണ്ഡം, കരിമ്പിൻ വില്ല്, അതാണ് ദേവിയുടെ കയ്യിലുള്ള വില്ല്. മനോരൂപേക്ഷു കോദണ്ഡ, നമ്മളെ ലളിതാ സഹസ്രനാമത്തിൽ വായിക്കും. മനോരൂപേക്ഷു കോദണ്ഡ. അപ്പൊ വാസ്തവത്തിൽ മനസ്സു തന്നെയാണ് ഇവിടെ വില്ലാക്കി ദേവി പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സുകളൊക്കെ ദേവിയുടെ കയ്യിലെ വില്ല് പോലെ മധുരിക്കട്ടെ അല്ലേ. മനസ്സ് മധുരിക്കുകയാണ് വേണ്ടത്. മനസ്സ് മധുരിക്കാൻ എന്താ ചെയ്യുക? മധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദത്തിന്റെ ഒരു പര്യായമാണ്. ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ ഒക്കെ പര്യായമാണ് മധുരം. മധുരം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഇല്ല അല്ലേ. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും മധുരം ഇഷ്ടമാണ്. അപ്പൊ മധുരിക്കുക എന്ന് പറഞ്ഞാൽ ആഹ്ലാദിക്കുക, ആനന്ദിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പോ നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും ദേവിയുടെ കയ്യിൽ സമർപ്പിതമായാൽ അത് മധുരിക്കും. നമ്മുടെ കയ്യിലാണെങ്കിൽ അത് കയ്പും എരിവും പുളിയും ഒക്കെ ഉള്ളതായിരിക്കും. എന്താ വേണ്ടച്ചാ തീരുമാനിച്ചോളൂ. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. ആചാര്യന്മാര് വളരെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാചകമാണിത്. മനസ്സ് തന്നെയാണ് മനുഷ്യന്മാരുടെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം. കപിലോപദേശത്തിൽ, ഭാഗവതത്തില് ഭഗവാൻ കപില ഭഗവാൻ പറയും, ചേതക്കൽവസ്യ ബന്ധായ മുക്തയേച്ച ആത്മനോ മതം. നമ്മുടെ ബന്ധത്തിന് കാരണം നമ്മുടെ മനസ്സാണ്, ചേതഹ. അതുപോലെ മുക്തയേച്ച, മുക്തിക്കും കാരണം മനസ്സാണ്. എങ്ങനെയുള്ള മനസ്സ് മുക്തിക്ക് കാരണമാകുന്നു? എങ്ങനെയുള്ളത് ബന്ധകാരണമാകുന്നു? ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. ഗുണേഷു സക്തം മനഃ. ഗുണം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ, പദാർത്ഥങ്ങൾ എന്നൊക്കെ അർത്ഥമാണ്. ഈ ലോകത്തിലുള്ള സകല പദാർത്ഥങ്ങളും ത്രിഗുണാത്മകമാണ്. അപ്പോൾ ഈ ഗുണങ്ങളിൽ അഥവാ ലോക വിഷയങ്ങളിൽ ആസക്തമായിട്ടുള്ള മനസ്സ് നമുക്ക് ബന്ധകാരണമാകുന്നു, ദുഃഖകാരണമാകുന്നു. രഥം വാ പുംസി, പുമാനിൽ, പുമാൻ എന്നാൽ അവിടെ പുരുഷോത്തമനായ ഈശ്വരൻ എന്നർത്ഥമാണ്. ഈശ്വരനിൽ രമിക്കുന്നതായിട്ടുള്ള മനസ്സ് മുക്തയേ, മുക്തയേ ഭവതി എന്നർത്ഥം, മുക്തിക്ക് കാരണമായി തീരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈശ്വര ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ആനന്ദമായിരിക്കും അനുഭവം. ലോക വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തയാണെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖ പരമ്പരകളായിരിക്കും നമ്മൾ അനുഭവിക്കുക. ഏതാ വേണ്ട വെച്ചാൽ തീരുമാനിച്ചോളൂ. മനസ്സിനെ ദേവിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് ഇക്ഷുകോദണ്ഡമായിരിക്കും, നല്ല മധുരം ഉണ്ടായിരിക്കും എന്നർത്ഥം. ഇവിടെ ധനുഹു, ദേവിയുടെ കയ്യിലെ ധനുഹു വില്ല്, മനോരൂപേക്ഷു കോദണ്ഡം. അവിടെ മനസ്സിന്റെ വക്രതയെ സൂചിപ്പിക്കാനാണ് അതിന് വില്ലിനോട് ഉപമിക്കുന്നത്. സാധാരണ നമ്മുടെ മനസ്സ് എപ്പോഴും വക്രാകൃതിയിൽ ചിന്തിക്കുന്നതാണ്, അതിന് കൃത്രിമ ഭാവങ്ങൾ കൂടുതലാണ്. അതുപോലെ ബാണാൻ, ബാണങ്ങൾ എന്ന് പറഞ്ഞു. ദേവിയുടെ കയ്യില് ബാണങ്ങളുണ്ട്. ആ ബാണങ്ങളെയാണ് ദേവി പുഷ്പങ്ങളെ പോലെ ധരിച്ചിരിക്കുന്നത്. ഒരു ബൊക്കെ പിടിച്ചിരിക്കുന്ന പോലെയാണ് ദേവിയുടെ കയ്യില് ബാണങ്ങള്. പഞ്ചതന്മാത്ര സായക എന്നാണ് ലളിതാ സഹസ്രനാമം അല്ലെ. പഞ്ചതന്മാത്രകൾ തന്നെയാണ് ദേവിയുടെ കയ്യിലെ സായകങ്ങൾ. സായകം അസ്ത്രങ്ങളാണ്.
അത് പഞ്ചതന്മാത്രകളാണ്. ഏതാ പഞ്ചതന്മാത്രകൾ? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ. ആകാശത്തിന്റെ തന്മാത്രയാണ് ശബ്ദം, വായുവിന്റെ തന്മാത്രയാണ് സ്പർശം, അഗ്നിയുടെ തന്മാത്രയാണ് രൂപം, ജലത്തിന്റെ തന്മാത്രയാണ് രസം, പൃഥ്വി അല്ലെങ്കിൽ ഭൂമിയുടെ തന്മാത്രയാണ് ഗന്ധം. അപ്പൊ പഞ്ചഭൂതങ്ങളെ തൻ്റെ കയ്യിൽ ആയുധമാക്കി, അവയുടെ തന്മാത്രകളെ ആയുധമാക്കി ദേവി കയ്യിൽ ധരിച്ചിരിക്കുന്നു. എന്തിനായിക്കൊണ്ട്? നമ്മളെയൊക്കെ മോഹിപ്പിക്കാനായിക്കൊണ്ട്. നമ്മളിതിൽ മോഹിതരാണ് അല്ലെ? ദേവിയുടെ ഈ അസ്ത്രങ്ങളിൽ മോഹിതരാണ് നമ്മൾ എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ലോകം നിലനിന്ന് പോകുന്നത്. ദേവി നമ്മളെ മോഹിപ്പിച്ചത് കൊണ്ടാണ് ഈ ലോകം നിലനിന്ന് പോകുന്നത്. നമുക്ക് മോഹമില്ലെങ്കിൽ നമ്മളൊക്കെ വിരക്തരായി, നമ്മളൊക്കെ സ്വതന്ത്രരായി, മുക്തരായാൽ നമ്മളിൽ നിന്ന് പിന്നെ ഒരു പ്രവൃത്തിയും ഉണ്ടാവുകയില്ല. നമ്മളെല്ലാവരും നിവൃത്തി നിരതന്മാരായിരിക്കും, എല്ലാവരും കണ്ണടച്ച് സമാധിയിൽ ഇരിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ ലോകത്ത് ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ഉണ്ടാവില്ല, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ദേവി മായയായിക്കൊണ്ട് നമ്മളെ മോഹിപ്പിച്ചുകൊണ്ട്, ആ മായാസ്വരൂപിണിയായ ദേവിക്ക് മോഹിപ്പിക്കുവാനുള്ള ആയുധം ഏതാണ്? ഈ പഞ്ചതന്മാത്രകളാണ്. ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന പഞ്ചതന്മാത്രകൾ. അപ്പൊ അതിനെയാണ് ഇവിടെ ബാണാൻ എന്ന് പറഞ്ഞത്. അത് തന്മാത്രകൾ നമ്മളെ മോഹിപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് പുഷ്പ ആകൃതി കൊടുത്തിരിക്കുന്നത്, പുഷ്പങ്ങളായി പറഞ്ഞിരിക്കുന്നത്. 5 പുഷ്പങ്ങളായിട്ടാണ് ദേവിയുടെ കയ്യില്, 5 പുഷ്പങ്ങൾ കൂട്ടിക്കെട്ടിയ ഒരു ബൊക്കെ പോലെ ഇരിക്കുന്നു ദേവിയുടെ കയ്യിലെ ആ ബാണങ്ങൾ. നമ്മളെ മോഹിപ്പിക്കുന്നതാണ് പഞ്ചതന്മാത്ര സായക. പാശം, പാശം എന്നുള്ളത് കയറാണ്. ലളിതാ സഹസ്രനാമത്തിൽ രാഗസ്വരൂപ പാശാഢ്യ, രാഗസ്വരൂപ പാശാഢ്യ. ദേവിയുടെ കയ്യിലുള്ള പാശം കൊണ്ട് ദേവി ആഢ്യയാണ്. ആഢ്യ എന്ന് പറഞ്ഞാൽ അലങ്കൃത എന്നാണ് അർത്ഥം. പാശം കൊണ്ട് അലങ്കൃതയാണ്. എന്താണ് ഈ പാശം? രാഗസ്വരൂപമാണ്. രാഗം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിഷയങ്ങളോടുള്ളതായിട്ടുള്ള ആ ഒരു അഡിക്ഷൻ, അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയാം, ഡിപ്പെൻഡൻസി. രഞ്ജനാത് രാഗ, രഞ്ജന, നമ്മൾ വിഷയങ്ങളിൽ രഞ്ജിതരാണ്, അതിനോട് എന്താ പറയുക, അഭിരുചി കാണുന്നു, താല്പര്യം കാണുന്നു. അതിനെയാണ് രാഗം എന്ന് പറയുന്നത്. അപ്പൊ രാഗസ്വരൂപമാണ് ഈ പാശം. നമ്മളെ രാഗസ്വരൂപം കൊണ്ടാണ് ദേവി ഈ പ്രപഞ്ചത്തിൽ ബന്ധിച്ചിരിക്കുന്നത് എന്നർത്ഥം. അതേ ദേവിയെ തന്നെ നമ്മൾ ഉപാസിച്ചാൽ ആ ദേവി എന്ത് ചെയ്യും? നമ്മളെ ആ പാശത്തിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യും. കാരണം ദേവി തന്നെ മഹാമായ തന്നെയാണ്. 2 ഭാവത്തിലാണ് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്, വിദ്യാസ്വരൂപിണിയായും അവിദ്യാസ്വരൂപിണിയായും. അവിദ്യാസ്വരൂപിണിയായി മൂഢജനങ്ങളെ, പ്രാകൃത ജനങ്ങളെ, യാതൊരു ഉപാസനകളോ ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരമോ ഇല്ലാത്ത ജനങ്ങളെ ദേവി അവിദ്യാസ്വരൂപിണിയായി ലോകത്തിൽ ബന്ധിപ്പിച്ച് ദുഃഖിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് രാഗസ്വരൂപ പാശാഢ്യ. എന്നാൽ ദേവിയെ ഉപാസിക്കുന്നവർക്കോ ദേവി വിദ്യാസ്വരൂപിണിയാണ്. ആ പാശത്തിൽ നിന്ന് മുക്തരാക്കി നമുക്ക് ജ്ഞാനം നൽകി നമ്മളെ ആത്മജ്ഞാനികളാക്കി സ്വതന്ത്രരാക്കുന്നു. അപ്പൊ ദേവിയെ ഉപാസിച്ചാൽ, ആധ്യാത്മികമായിട്ടുള്ള സാധനകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ദേവിയുടെ ഈ രാഗസ്വരൂപമായ പാശം നമ്മളിൽ നിന്ന് പതുക്കെ അയഞ്ഞയഞ്ഞ് ദേവി അഴിച്ചെടുക്കും. നേരെ മറിച്ച് നമ്മൾ ദേവി ഉപാസനയൊന്നും ചെയ്തില്ലെങ്കിൽ അവിദ്യാസ്വരൂപിണിയായി ഈ പാശം കൊണ്ട് നമ്മളെ ബന്ധിക്കുന്നു. ഇതാണ് അതിന്റെ താല്പര്യം, രാഗസ്വരൂപ പാശാഢ്യ. അപ്പൊ ദേവിയുടെ കയ്യിൽ പാശം ധരിച്ചിരിക്കുന്നു, ഒരു കയ്യിൽ പാശവും. പിന്നെ ശ്രിണിം അപി, ശ്രിണിയും എന്നർത്ഥം. ശ്രിണി എന്നുള്ളത് അങ്കുശം എന്ന് പറയുന്ന ആയുധമാണ്. അങ്കുശം എന്ന് പറഞ്ഞാൽ ആനയെ നിയന്ത്രിക്കുന്ന ആ ഒരു തോട്ടി എന്നൊക്കെ പറയും. ആനപ്പാപ്പാന്മാരുടെ കയ്യിൽ ഒരു 5 അടി നീളമുള്ള, 4 അടി നീളമുള്ളതായിട്ടുള്ള ഒരു നല്ല ബലമുള്ളതായിട്ടുള്ള ഒരു വടി ഉണ്ടാവും. അതിന്റെ അറ്റത്ത് ഹുക്ക്, ആ ഹുക്കാണ് അങ്കുശം എന്ന് പറയുന്നത്. ആനയെ ആ ഹുക്ക് കൊണ്ടാണ് ചെവിയിലൊക്കെ, ആനപ്പുറത്തിരിക്കുന്ന പാപ്പാൻ ചെവിയിലൊക്കെ തോണ്ടിപ്പിടിച്ച് അല്ലെങ്കിൽ മർമ്മങ്ങളിൽ തോണ്ടിപ്പിടിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കുക. അങ്കുശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിയന്ത്രിക്കുന്നത് എന്നർത്ഥമാണ്. അപ്പൊ ആ അങ്കുശം തന്നെയാണ് ഇവിടെ ശ്രിണി എന്ന പര്യായം കൊണ്ട് ഉപയോഗിച്ചത്.
ക്രോധാകാരാങ്കുശോജ്വല എന്നാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. ക്രോധാകാരമായ അങ്കുശം കൊണ്ട് ഉജ്ജ്വലിക്കുന്നവൾ, പ്രകാശിക്കുന്നവൾ. അപ്പോ ഈ അങ്കുശം ക്രോധാകാരമാണ് എന്നർത്ഥം. നമ്മള് എന്തെങ്കിലും അരുതാത്ത അധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പാപം ചെയ്തു കഴിഞ്ഞാൽ ദേവി നമ്മളെ നിയന്ത്രിക്കും, ശിക്ഷകൾ നൽകിക്കൊണ്ട്, പലതരത്തിലുള്ളതായിട്ടുള്ള വേദനകൾ നൽകിക്കൊണ്ട് നമ്മളെ, ആനയെ പാപ്പാൻ നിയന്ത്രിക്കുന്നത് പോലെ ധർമ്മമൂർത്തിയായ ദേവി നമ്മളെ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാനായിക്കൊണ്ട് ക്രോധം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളെ അങ്കുശം കൊണ്ട് നിയന്ത്രിക്കും. പല അസുരന്മാരെയും ദേവി അങ്ങനെ നിയന്ത്രിച്ചു, അല്ലെ? ചിലരെയൊക്കെ നിഗ്രഹിച്ചു തന്നെ കളഞ്ഞു, ചിലരെയൊക്കെ നിയന്ത്രിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആസുരിക ഭാവങ്ങളെയൊക്കെ ദേവി അങ്ങനെ നിയന്ത്രിക്കുന്നു എന്നർത്ഥം. നമ്മൾ അപരാധം ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ശിക്ഷകൾ നൽകി നമ്മളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ക്രോധാകാര അങ്കുശം കൊണ്ട് ഉജ്ജ്വലിക്കുന്നവളാണ്. നല്ലവരാണെങ്കിലോ, അടക്കോതുക്കും ദേവിയുടെ നിയമങ്ങളൊക്കെ പാലിക്കുന്നവരാണെങ്കിലോ മര്യാദക്കുള്ള ആനയെ ആനപ്പാപ്പാൻ തോട്ടി പ്രയോഗിക്കുവോ? നല്ല അനുസരണയുള്ള ആനയാണ്, ഒരു കുഴപ്പമില്ല. പാപ്പാൻ മൂളുമ്പോഴേക്കും കാര്യം മനസ്സിലാക്കും, ഒന്ന് പറയും കൂടി വേണ്ട, അല്ലേ? അങ്ങനെയുള്ള ആനകളുണ്ട്, നല്ല ഒതുക്കുള്ള ആനകൾ. അപ്പൊ അവരുടെ നേരെ ഇത് അങ്കുശം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അടക്കമില്ലാത്ത ആനകളെയാണ് അങ്കുശം കൊണ്ട് നിയന്ത്രിക്കേണ്ടി വരിക. അപ്പൊ അതുപോലെ നമ്മൾക്കൊക്കെ അടക്കമില്ലാതാവുമ്പോഴാണ് ദേവി നമ്മുടെ നേരെ ക്രോധാകാരമായ അങ്കുശം പ്രയോഗിച്ച് നമ്മളെ ഒതുക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത്, ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആയുധമാണ് ഇവിടെ ആയുധത്തിന്റെ. ദേവിക്ക് ഈ ലോകത്തിലുള്ള നിയന്ത്രിത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ആ അങ്കുശം, ശ്രീണി. ദേവി ഈ ലോകത്തെ മുഴുവൻ നല്ലോണം കൺട്രോൾ ചെയ്യുന്നു. മതയാനകളെ പാപ്പാന്മാർ നിയന്ത്രിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വലിയ കൂറ്റൻ കാളകളെ മൂക്ക് കയറിട്ട് അതിൻ്റെ പാലകന്മാർ നിയന്ത്രിക്കും പോലെ, കുതിരകളെ കടിഞ്ഞാണിട്ട് പിടിച്ചിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകലരെയും തൻ്റെ നിയന്ത്രണത്തിൽ, തൻ്റെ വശത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്നവളാണ് ജഗതീശ്വരിയായ ദേവി. ആ ഒരു ലോകത്തിന്റെ മുഴുവൻ മുകളിലുള്ള ആധിപത്യത്തെ, നിയന്ത്രണത്വത്തെ, സർവേശ്വരത്വത്തെ സൂചിപ്പിക്കുന്നതാണ് അങ്കുശം. അപ്പൊ അങ്ങനെയുള്ള ആയുധത്തെയും ധനുർബാണാൻ പാശം ശ്രീണിമപി കരതലൈഹി ദദാന, കരതലങ്ങളെ കൊണ്ട് ധരിച്ചിരിക്കുന്നവളായ ആ പുരമതിദുഹു ആഹോ പുരുഷിക, പുരമതിതാവായ മഹാദേവന്റെ അഭിമാന ദേവതയായ കാമേശ്വരി ത്രിപുരസുന്ദരി ദേവി നഹ പുരസ്താത് ആസ്താം, ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാവട്ടെ, എനിക്ക് പൂജിക്കാനായിക്കൊണ്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാവട്ടെ, ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മ രൂപത്തിൽ പ്രത്യക്ഷമാവട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആചാര്യ ഭഗവത്പാദരും പ്രാർത്ഥിച്ചു കാണിച്ചു തരികയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ദേവിയെ ധ്യാനിക്കേണ്ടത് എന്ന്. ക്വണത്കാഞ്ചീദാമാ കരികളഭ കുംഭസ്തനനത പരീക്ഷീണാ മധ്യേ പരിണത ശരചന്ദ്രവദന ധനുർബാണാൻ പാശം ശ്രീണിമപി ദധാന കരതലൈഹി പുരസ്താദാസ്താം നഃ പുരമതിദുരാഹോ പുരുഷിക. ലളിതാ സഹസ്രനാമത്തില് 2-ാം ശ്ലോകം മുതൽ 21-ാം ശ്ലോകം വരെയുള്ള 20 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ ഒരു രൂപത്തെ വിശദമായി സ്തുതിച്ചത്, വർണ്ണിച്ചത്. അതിനെ തന്നെയാണ് ആചാര്യ ഭഗവത്പാദർ ഒന്നുകൂടെ വളരെ വിശദമായിട്ട് 50 ശ്ലോകങ്ങളെ കൊണ്ട് സൗന്ദര്യലഹരിയായി 42-ാം ശ്ലോകം മുതൽ 90-ാം ശ്ലോകം വരെ 49 ശ്ലോകങ്ങളെ കൊണ്ട്, അല്ല 59 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നു. 90 വരുമ്പോൾ 49 ശ്ലോകങ്ങളെ കൊണ്ട് വിശദമായിട്ട് വർണ്ണിക്കുന്നത് നമുക്ക് അവിടെ വിശദമായിട്ട് കാണാം. 8-ാമത്തെ ശ്ലോകം ദേവിയുടെ വാസസ്ഥാനം, ദേവിയുടെ ഇരിപ്പിടം, ഇതെല്ലാം വർണ്ണിച്ചുകൊണ്ട് ചില കതിജന
ധന്യാഹ ത്വാം ഭജന്തി, ദേവിയെ ഭജിക്കുന്നു എന്ന് പറയണം. ഇത് കൗളാചാരത്തിലുള്ള ഒരു ഉപാസനാ സമ്പ്രദായവും കൂടിയാണ്. അപ്പൊ രണ്ടിനെയും സമന്വയിപ്പിക്കുകയാണ്. സമയാചാരം, കൗളാചാരം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള, സമയാചാരം ആന്തരികമായിട്ടുള്ള ഉപാസനയാണെങ്കിൽ കൗളാചാരം കുറച്ചുകൂടി ബാഹ്യമായിട്ടുള്ള ഉപാസനയാണ്. ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ആചാര്യ ഭഗവത്പാദര് അവതരിപ്പിക്കുന്നു. കതിജന ധന്യാഹ, ചില മഹാത്മാക്കൾ, ചില ധന്യന്മാർ ദേവിയെ ഇങ്ങനെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ആ ഒരു ശ്ലോകം പ്ലേ ചെയ്യാം. 8ാമത്തെ ശ്ലോകം. സുധാ സിന്ധോർമധ്യേ സുരവിടപി വാടീ പരിവൃതേ മണിദ്വീപേ നീപോപവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യാഃ കതിചന ചിദാനന്ദലഹരീ. ചിദാനന്ദലഹരീം ത്വാം കതിചന ധന്യാഃ ഭജന്തി. ചിദാനന്ദലഹരി സ്വരൂപിണിയായ, ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, ചൈതന്യമാണ്, ബോധമാണ്. ആനന്ദം ആനന്ദം തന്നെ. അപ്പോ ജ്ഞാനവും ആനന്ദവും തന്നെയാണ് ദേവിയുടെ സ്വരൂപം. അതാണ് ചിദാനന്ദ ലഹരി എന്നുള്ളത്. ചിദാനന്ദ പ്രവാഹ രൂപിണിയായിരിക്കുന്ന, ആഹ്ലാദ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ കതിചന ധന്യാഹ ഭജന്തി. ഒരു ചിലർ, കതിചന എന്ന് പറഞ്ഞാൽ ഒരു ചിലർ എന്നുള്ള അർത്ഥത്തിലാണ്. ചില ധന്യന്മാരായിട്ടുള്ള ധന്യാഹ ഭജന്തി, ഭജിക്കുന്നു. അപ്പോ ആ ദേവിയെ എവിടെ ഭജിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നവളായിട്ട് ഭജിക്കുന്നു എന്ന് പറയുന്നു. ലളിതാ സഹസ്രനാമത്തിലും സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപദ്മാടവീ സംസ്ഥാ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി. ഇങ്ങനെയുള്ള നാമങ്ങളിലൂടെ ദേവിയുടെ വാസസ്ഥാനത്തെക്കുറിച്ചും ദേവിയുടെ ആസനത്തെക്കുറിച്ചും ഇരിപ്പിടത്തെക്കുറിച്ചും വർണ്ണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വർണ്ണിക്കുന്നത്. സുധാ സിന്ധോഹോ മധ്യേ സുരവിടപി പരിവൃതേ മണിദ്വീപേ നീപോപവനവതി ചിന്താമണി ഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യാഃ കതിചന ചിദാനന്ദ ലഹരി. അപ്പൊ ദേവി എവിടെയാണ് ഇരിക്കുന്നത് എന്ന്, ഏതാണ് ദേവിയുടെ വാസസ്ഥാനം എന്ന് സൂചിപ്പിക്കണം. സുധാ സിന്ധോഹോ മധ്യേ. സുധാ സിന്ധു എന്ന് പറഞ്ഞാൽ അമൃത സമുദ്രം. സുധ എന്നാൽ അമൃതത്തെ സൂചിപ്പിക്കുന്നു, സിന്ധു സമുദ്രം. അപ്പൊ അമൃത സമുദ്രത്തിന്റെ മധ്യേ, മധ്യഭാഗത്ത് സുരവിടപി വാടീ പരിവൃതേ. സുരവിടപി എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷങ്ങളാണ്. സുര ശബ്ദം കൊണ്ട് ദേവന്മാരെ സൂചിപ്പിക്കുന്നു. വിടപി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളാണ്. അപ്പൊ ദേവന്മാരുടെ സ്വന്തം വൃക്ഷങ്ങളാണ് ദേവലോകത്തുള്ള കൽപ്പവൃക്ഷം. എന്തും സങ്കല്പിച്ചതെന്തും നൽകുന്ന വൃക്ഷമായതുകൊണ്ടാണ് അതിന് കൽപ്പവൃക്ഷം എന്ന് പേര്. അപ്പൊ സുരവിടപിയുടെ വാടി പരിവൃതി. വാടി എന്ന് പറഞ്ഞാൽ ഉദ്യാനം. അപ്പൊ കൽപ്പവൃക്ഷ നിരകളാൽ പരിവൃതമായിരിക്കുന്ന, പരിവൃതം ചുറ്റപ്പെട്ടിരിക്കുന്ന, ചൂഴപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മണിദ്വീപേ,
മണിദ്വീപം എന്ന് പറയുന്ന രത്നമയമായ ദീപമാണ് മണിദ്വീപ്. മണി എന്നാൽ രത്നമാണ്. അപ്പോ ആ രത്നദ്വീപത്തിൽ നീപോപവനവതി ചിന്താമണി ഗൃഹേ. ചിന്താമണി ഗൃഹം, ദേവിയുടെ ഗൃഹത്തിന്റെ പേരാണ് ചിന്താമണി. ചിന്താമണി ഗൃഹം. അവിടെ വസിക്കുന്നവർ എന്ത് ചിന്തിച്ചാലും സുലഭമായി ലഭിക്കുന്ന ഗൃഹമായതുകൊണ്ടാണ്, അവിടെ ഒന്നിനും കുറവില്ലാത്തത് കൊണ്ടാണ് അതിന് ചിന്താമണി ഗൃഹം എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ തന്നെ പല വീടുകളിലും ഒന്നിനും കുറവില്ല ഇപ്പൊ, ഈശ്വരാനുഗ്രഹം കൊണ്ട്. അപ്പൊ പിന്നെ ദേവി ലോകത്തിന്റെ മുഴുവൻ എല്ലാം നൽകുന്ന സർവ ഐശ്വര്യത്തിന്റെയും ഉറവിടമായിരിക്കുന്ന ദേവിയുടെ അടുത്ത് എന്തിന്റെയെങ്കിലും കുറവുണ്ടാവോ? ദേവിയുടെ ഗൃഹത്തില് ചിന്തിച്ചത് എന്തും നൽകുന്ന ആ ഗൃഹമാണ്. ചിന്താമണി എന്നുള്ളത് ഒരു രത്നത്തിന്റെ പേരായിട്ട് പറയും. ചിന്തിച്ചത് എന്തും നൽകുന്ന രത്നമാണ് ചിന്താമണി. അപ്പൊ ചിന്താമണി കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഗൃഹത്തിൽ, അത് നീപോപവനവതി എന്ന് ഈ ഗൃഹത്തെ വിശേഷിപ്പിച്ചതാണ്. അതിന്റെ ഗൃഹത്തിന്റെ ചുറ്റും നീപ ഉപവനം. നീപ ഉപവനം, നീപവൃക്ഷം എന്ന് പറഞ്ഞാൽ കദംബ വൃക്ഷം. കദംബം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വൃക്ഷമാണ് നീപവൃക്ഷം. ആ കദംബ വൃക്ഷത്തിന്റെ ഉപവനം ഉദ്യാനം തന്നെയാണ്. ഉപവനത്തോട് വതി എന്നുള്ളത് കൂടിയത് എന്നുള്ള സപ്തമി പ്രത്യയമാണത്. നീപോപവനവതി എന്നുള്ളത്. ചിന്താമണി ഗൃഹേ. അപ്പൊ കദംബവനത്തോടു കൂടിയ ചിന്താമണി ഗൃഹത്തിൽ ദേവി വസിക്കുന്നു. ദേവിയെ ധ്യാനിക്കുന്നത് ഇങ്ങനെയുള്ള ഭാവത്തിലാണ് പലരും. എന്നിട്ട് അവിടെ എങ്ങനെയാണ് ദേവി ഇരിക്കുന്നത്? ഏത് മഞ്ചത്തിലാണ്? ശിവാകാരേ മഞ്ചേ. ശിവാകാരമായ മഞ്ചത്തിൽ, ശിവസ്വരൂപമായിരിക്കുന്ന മഞ്ചത്തിൽ. മഞ്ചം എന്നാൽ ഇരിപ്പിടമാണ്. വളരെ പരന്നതായിട്ടുള്ള ഒരു പീഠം പോലെ, അല്ലെങ്കിൽ ദിവാൻ പോലെ എന്നൊക്കെ പറയാം നമുക്ക്. അതുപോലെയുള്ളതായിട്ടൊരു മഞ്ചത്തിൽ പരമശിവ പര്യങ്ക നിലയാം. പരമശിവൻ ആകുന്ന പര്യങ്കത്തിൽ നിലയനം ചെയ്യുന്നവളായ ചിദാനന്ദലഹരീം ത്വാം. ചിദാനന്ദലഹരിയായിരിക്കുന്ന ദേവിയെ കതിജന ധന്യാഹ ഭജന്തി. ഒരു ചില ഭാഗ്യവാന്മാരായിട്ടുള്ളവർ, ധന്യന്മാരായിട്ടുള്ളവർ ഇങ്ങനെ ഭജിക്കുന്നു എന്നാണ്. അപ്പൊ നമുക്കും ഭജിക്കാൻ വേണ്ടി തന്നെയാണ് മഹാത്മാക്കൾ ധന്യന്മാരായിട്ടുള്ളവർ ഭജിക്കുന്നതിനെ മാതൃകയായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ദേവിയെ ധ്യാനിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോ വളരെ സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങളൊക്കെ അടങ്ങിയതാണ് ഈ ദേവിയുടെ വാസസ്ഥാനവും ദേവിയുടെ ഇരിപ്പിടവുമെല്ലാം. ഇതിനെ തന്നെയാണ് ശ്രീചക്രത്തിലൂടെ ഉപാസിക്കുന്നത്. ഇതേ സുധാസിന്ധുവിന്റെ മധ്യത്തിൽ സുരവിടവിവാടി പരിവൃതേ മണിദ്വീപേ നീപോപവനവതി ചിന്താമണി ഗൃഹേ എന്ന് പറയുന്നതായിട്ടുള്ള ഈ ആശയം തന്നെയാണ് 9 ത്രികോണങ്ങൾ കൂടി, അല്ലേ? 4 ശിവ തത്വമായിരിക്കുന്ന ഊർധ്വമുഖമായിരിക്കുന്ന 4 ത്രികോണങ്ങളും 5 ത്രികോണങ്ങൾ താഴോട്ട് തിരിഞ്ഞിട്ടും, അങ്ങനെ 5, 4, 9 ത്രികോണങ്ങളാണ് ഈ ശ്രീചക്ര നിർമ്മിതിയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. അതിൽ ഏറ്റവും മധ്യത്തിൽ ഒരു ചെറിയ ത്രികോണമുണ്ട്. അതിന്റെ മധ്യത്തിൽ ഒരു ബിന്ദു ഉണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ സുധാസിന്ധു എന്നതായിട്ടുള്ള സ്ഥാനം. അപ്പൊ ആ രൂപത്തിലും ശ്രീചക്രത്തിലൂടെയും ദേവിയെ ഈ ഭക്തന്മാർ ഉപാസന ചെയ്യുന്നു. ശ്രീചക്രത്തിലെ ആ ബിന്ദു സ്ഥാനത്ത് സുധാസിന്ധുവിനെ ധ്യാനിച്ചുകൊണ്ട് ഇതിന് ചുറ്റുമുള്ളതായിട്ടുള്ള ചിന്താ രത്ന നിർമ്മിതമായിട്ടുള്ള മന്ദിരത്തെ ആയിട്ട് ബാക്കിയുള്ള സ്വാമിജി കട്ടായോ? ഹരിയോം. ഹലോ. ഇവിടെ ഞാൻ ഹരിയോം. കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ഹരിയോം. കേൾക്കാനുണ്ട് സ്വാമി, ഇപ്പൊ കേൾക്കാനുണ്ട്. ഹരിയോം. കേൾക്കാം കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ലാപ്ടോപ്പ് ഔട്ടായി എന്തോ, അതിനെന്തോ കൃത്യമായിട്ടുള്ള സമയം കഴിയുമ്പോൾ അത് തന്നെ ഓഫ് ആവും. അപ്പൊ അത് വിടാം.
ഫോണിലൂടെയാണ് ഇപ്പൊ. കാണാലോ അല്ലേ? കാണും കേൾക്കും ചെയ്യാം. കാണും കേൾക്കും ചെയ്യാം, കുഴപ്പമില്ല. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോ ശ്രീചക്ര വോയിസ് കട്ട് ചെയ്തു. ഇല്ല, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട്, കാണാനുണ്ട്, കുഴപ്പമില്ല. ഇവിടെ ദേവിയുടെ വാസസ്ഥാനത്തെ വർണ്ണിച്ചതിന് ശേഷം ദേവിയുടെ പീഠത്തെ വർണ്ണിച്ചു, അല്ലെങ്കിൽ മഞ്ചത്തെ വർണ്ണിച്ചു. അതിനെ എന്ത് പറഞ്ഞു? ശിവാകാരേ മഞ്ചേ എന്ന് പറഞ്ഞു. ശിവാകാരമായ മഞ്ചത്തിൽ. ഇവിടെ ശിവാകാരമായ മഞ്ചത്തെ തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിൽ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് പറയുന്നത്. മംഗളകരമായിട്ടുള്ള ശിവാകാരമായ മഞ്ചത്തിൽ. അപ്പൊ ആരാണ് ഈ മഞ്ചത്തെ വഹിക്കുന്നത്? അതുകൊണ്ടാണ് അതിന് ശിവാകാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേവി ഇരിക്കുന്നതായിട്ടുള്ള മഞ്ചത്തിലെ 4 കാലുകൾ, ആ കാലുകളുടെ രൂപത്തിൽ ഇരിക്കുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. ശിവന്റെ തന്നെ ഒരു ഭാവമാണ് ഈശ്വരൻ. ഇവരാണ് 4 കാലുകൾ. പിന്നെ ഇവിടെ പരമശിവ പര്യങ്ക നിലയാം എന്ന് പറഞ്ഞ ആ പര്യങ്കം അതിന്റെ മുകൾ തട്ടാണ്. മഞ്ചത്തിന്റെ ഉപരിഭാഗം പലക എന്ന് പറയാവുന്ന ഭാഗത്തിൽ അത് പരമശിവ പര്യങ്കം എന്ന് പറഞ്ഞാൽ സദാശിവനാണ് ഈ പലകയായിട്ട് ഇരിക്കുന്നത്. അപ്പൊ 5 തത്വങ്ങളാണ് ഇവിടെ, 5 പേരാണ് ദേവിയുടെ പീഠമായി വഹിക്കുന്നത്, ദേവിയുടെ മഞ്ചമായിട്ട് വഹിക്കുന്നത്. ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവ്, അദ്ദേഹം ഒരു കാലായി തീർന്നിരിക്കുന്നു ഈ പീഠത്തിന്റെ. വിഷ്ണു സ്ഥിതി കർത്താവ്, പാലനകർത്താവാണ്, അദ്ദേഹം മറ്റൊരു കാലായി തീർന്നിരിക്കുന്നു. രുദ്രൻ സംഹാരകർത്താവാണ്, അദ്ദേഹം 3ാമത്തെ കാലായി പരിണമിച്ചിരിക്കുന്നു. 4ാമതായിട്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഭാവമാണ് ശിവന്റെ തന്നെ, അദ്ദേഹം തിരോധാനത്തിന്റെ ആളാണ്. മുകളിലിരിക്കുന്ന സദാശിവൻ എന്ന പലക, മഞ്ചം, പര്യങ്കം, ആ സദാശിവൻ അനുഗ്രഹം ചെയ്യുന്ന അതിന്റെ ആളാണ്. അപ്പൊ ഇങ്ങനെ ദേവിയെ പഞ്ചകൃത്യ പരായണ എന്ന് പറയും. പഞ്ചകൃത്യ പരായണ എന്ന് പറഞ്ഞാൽ 5 കൃത്യങ്ങൾ ചെയ്യുന്നതിൽ എപ്പോഴും നിരതയായിരിക്കുന്നവൾ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ഈ 5 കാര്യങ്ങളെയാണ് പഞ്ചകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ആ പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിരതയായിരിക്കുന്നു, എപ്പോഴും ഈ പ്രപഞ്ച സൃഷ്ടിയിൽ മുഴുകിയിരിക്കുന്നവളാണ് ദേവി. പക്ഷെ ദേവി ഡയറക്റ്റ് അല്ല. ദേവി എന്ത് ചെയ്യുന്നു? തൻ്റെ തന്നെ വിഭൂതികളായിരിക്കുന്ന, തൻ്റെ തന്നെ ആജ്ഞാ അനുവർത്തികളായിരിക്കുന്ന 5 പേരെ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. 5 ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ അല്ലെങ്കിൽ മാനേജർമാർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ 5 പേരെ നിയോഗിച്ചിരിക്കുകയാണ്. അതാണ് സൃഷ്ടി ചെയ്യാൻ ബ്രഹ്മദേവനും, സ്ഥിതിക്ക് പരിപാലനത്തിന് വിഷ്ണുവും, സംഹാരത്തിന് രുദ്രനും, തിരോധാനത്തിന് ഈശ്വരനും, അനുഗ്രഹത്തിന് സദാശിവനും. അപ്പൊ ഇവർ 5 പേരും ദേവിയുടെ കിങ്കരന്മാരെന്ന ഭാവത്തിൽ ദേവിയെ ഏറ്റവും അടുത്തിരുന്ന് സേവിക്കാൻ വേണ്ടി സ്വയം സമർപ്പിതരായിരിക്കുകയാണ്. അവരുടെ ആ ഒരു സമർപ്പണ ഭാവത്തെയാണ് അവര് തന്നെ സ്വയം പര്യങ്കങ്ങളായി തീർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മഞ്ചത്തിന്റെ കാലുകളായും പലകയുമായും തീർന്നിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ദേവിയോടുള്ള അത്രയ്ക്കുള്ളതായിട്ടുള്ള ഭക്തി കൊണ്ട് ദേവിയെ ആരാധിക്കാൻ ഏറ്റവും അടുത്ത്, അല്ലെ, ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള സേവകന്മാർ ഏറ്റവും അടുത്തിരിക്കും. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ പേഴ്സണൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നവരാണല്ലോ VIP-കളുടെ ഏറ്റവും അടുത്ത രഹസ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവരെ ഏറ്റവും അടുത്ത് സേവിക്കുക. അപ്പൊ അതുപോലെ ഇവിടെ ഈ 5 പേര് ദേവിയെ ഏറ്റവും അടുത്ത് സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാനങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത സ്ഥാനങ്ങളാണ് അവര് വഹിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദേവിയോടുള്ള അവരുടെ സമർപ്പണ ഭാവത്തെ
ദേവിയോടുള്ള അവരുടെ വിധേയത്വത്തെ എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ 5 പേരും ഈ ആസനമായി അഥവാ മഞ്ചമായി ഈ പര്യങ്കമായി തീർന്നിരിക്കുന്നു. അതിനെയാണ് ഈ ശ്ലോകത്തില് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ 5 പേരെയും ദേവി നിയന്ത്രിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നുള്ള പഞ്ചകൃത്യങ്ങൾ ദേവിക്ക് വളരെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ദേവി നിർവഹിക്കുന്നത് ഈ 5 പേരിലൂടെയാണ്. ഈ 5 പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ദേവിയുടെ തന്നെ കിങ്കരന്മാരെന്നുള്ള ഭാവത്തിലാണ് ഇവിടെ ഉപാസിക്കുന്നത്. ശാക്തേയ ഉപാസനയിൽ ദേവിക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. അപ്പൊ എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം ദേവിയുടെ ഉപദേവതമാരായിട്ടാണ് ഉപാസിക്കപ്പെടുക. അങ്ങനെ മഹാദേവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും എല്ലാവരെയും ദേവിയുടെ സേവകന്മാരാക്കി ചിന്തിച്ചുകൊണ്ട് ആ ദേവി ഉപാസകന്മാർ ദേവിയെ ധ്യാനിക്കുന്നു എന്ന് പറയാണ് ഇവിടെ. ഇതിനെക്കുറിച്ചും ഇനി വരുന്ന പല ശ്ലോകങ്ങളിലും കൂടുതൽ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് കിട്ടും. നമുക്ക് അവിടെ കാണാം. ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിട്ട് നോക്കാം. സുധാ സിന്ധോർ മധ്യേ സുരവിടവിവാണി പരിവൃതേ മണിദ്വീപേ നീപോപവനപതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയാ ഭജന്തി ത്വാം ധന്യാഃ കതിചന ചിദാനന്ദലഹരി. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാണാം. തുടർന്നുള്ള ശ്ലോകങ്ങളും കാണാം. ഇന്ന് സമയം അതിക്രമിച്ചു. ആരതി പ്ലേ ചെയ്തു. ആരതി जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते सहस्रारकमले सततं विहररहसि धन्ये शिवाकार निजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते भवानि मयि दासे दृष्टिं वितरते सकरुणां निजसायुज्यपदैकवितरणां निखिलदुःखतरणाम् ऐहिकनिखिलदुःखतरणाम् भवतु मे विलसितं सपर्याविरचनं तव शिवे समकरनिपातहिमकरसमानदृशा स्नपय कृपया मामपि दृशा स्नपय कृपया अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव स्तन्यमधुरास्वादनसुख निरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितम् जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते
തവ ഗുണഗാനരതം महिते